ഹേ ഗായ്സ്, ക്രിപ്റ്റോണിസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. മുന്നേയുള്ള വീഡിയോകളിൽ നിന്നും വ്യത്യസ്തമായി നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് പൈ നെറ്റ്വർക്ക് പ്രൊജക്റ്റിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളെക്കുറിച്ചാണ്. 2019 മാർച്ച് 14 മൈനിങ് സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റാണ് പൈ നെറ്റ്വർക്ക്. ഡോക്ടർ നിക്കോളാസ് എന്ന് പറയുന്ന ഒരു സ്റ്റാൻഫേർഡ് PhDയും അദ്ദേഹത്തിൻ്റെ ടീമും പ്രപ്പോസ് ചെയ്തൊരു പ്രൊജക്റ്റാണ്. ബിറ്റ്കോയിൻ്റെ ലിമിറ്റേഷൻസ് ഒരു കേസ് സ്റ്റഡിയായി പഠിച്ച് അതിനൊരു സൊല്യൂഷൻ എന്ന നിലയിലാണ് പൈ നെറ്റ്വർക്ക് എന്ന ഈ പ്രൊജക്റ്റിനെ പ്രപ്പോസ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് അവരുടെ ആദ്യത്തെ വൈറ്റ് പേപ്പർ ചാപ്റ്റർ 1 വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നിലവിൽ പൈ നെറ്റ്വർക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മൈനിങ് കണ്ടിന്യൂ ചെയ്യുന്നവർക്കും ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തവർക്കും പൈ ബ്രൗസറിലുള്ള വാലറ്റിൻ്റെ പാസ് ഫ്രേസ് മറന്നവർക്കും മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റിലുള്ള സ്റ്റെപ്പുകളിൽ സ്റ്റക്കായി നിൽക്കുന്നവർക്കും മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. ഇനി ആരെങ്കിലും ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് മൈനിങ് ആരംഭിച്ചിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് മൈനിങ് ആരംഭിക്കാനാകുന്നതാണ്. നിങ്ങൾ മൈനിങ് ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആപ്ലിക്കേഷനിൽ കൊടുക്കുന്ന പേര് നിങ്ങളുടെ ഏതെങ്കിലും ഒരു ID കാർഡുമായി കറക്റ്റായിട്ട് മാച്ച് ചെയ്യുന്നതായിരിക്കണം. ഇത് നമുക്ക് KYC ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ളതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് മൈൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായി ഒരു കോയിൻ ലഭിക്കുകയും നിങ്ങളുടെ അപ്പർ ലൈനിൽ നിന്നും ലോവർ ലൈനിൽ നിന്നും മൈനിങ് ബൂസ്റ്റ് ലഭിക്കുന്നതിനാൽ ഞാൻ മൈൻ ചെയ്യുന്ന അത്രയും സമയം നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ ബൂസ്റ്റ് മൈനിങ് ബൂസ്റ്റ് ലഭിക്കുന്നതാണ്. ആദ്യമായി പറയട്ടെ, പൈ ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്തവരാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മുന്നേ ഫോൺ വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് വെരിഫിക്കേഷനോ നൽകിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് നിങ്ങളുടെ മുന്നേയുള്ള അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാനാവുന്നതാണ്. ഇങ്ങനെ റിക്കവർ ചെയ്തെടുക്കുന്നത് കൊണ്ടുള്ളൊരു ഉപയോഗം എന്ന് പറയുന്നത് നിലവിലുള്ള മൈനിങ് റേറ്റ് എന്ന് പറയുന്നത് ബേസ് മൈനിങ് റേറ്റ് വളരെയധികം ലോ ആണ്. നിങ്ങളുടെ മുന്നേയുള്ള ആപ്പ് നിങ്ങൾക്ക് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുകയാണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് നിങ്ങൾക്ക് തിരിച്ച് ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു എമൗണ്ട് കോയിൻ അതിലുണ്ടായിരിക്കുമെന്ന് ഞാൻ ഉറപ്പു തരുകയാണ്. പൈ ആപ്പിൻ്റെ ഓപ്പൺ മെയിൻനെറ്റിലേക്ക് നമ്മുടെ കോയിനുകൾ വിൽക്കുന്നതിന് വേണ്ടി തയ്യാറാകുന്നതിന് നമ്മൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് പൈ നെറ്റ്വർക്കിൻ്റെ ആപ്ലിക്കേഷൻ തുറന്ന് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ടോപ്പിൽ കാണുന്ന ഈ 3 ലൈനുകളിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പൈയുടെ മെനു ബാർ തുറന്നു വരികയും ഇതിൽ നിന്നും സെക്കൻഡ് ഓപ്ഷൻ ആയിട്ടുള്ള മെയിൻനെറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും ഇവിടെ താഴെ മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റ് എന്ന ഓപ്ഷൻ തുറക്കുകയാണെങ്കിൽ ഇവിടെ നമുക്കൊരു 9 സ്റ്റെപ്പുകൾ കാണാൻ കഴിയും. ഈ 9 സ്റ്റെപ്പുകളിലും ഗ്രീൻ മാർക്ക് കിട്ടുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ മെയിൻനെറ്റിൻ്റെ സമയത്ത് കോയിനുകൾ മാർക്കറ്റിൽ സെല്ല് ചെയ്യാൻ പാകത്തിൽ നമ്മുടെ വാലറ്റിലേക്ക് കോയിനുകൾ എത്തിയെന്ന് ഉറപ്പുവരുത്താനാവുന്നതാണ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ 9 സ്റ്റെപ്പുകൾ എങ്ങനെ നമുക്ക് ഗ്രീൻ മാർക്ക് നേടിയെടുക്കാം. എവിടെയാണോ നിങ്ങൾ സ്റ്റക്കായി നിൽക്കുന്നത് അവിടെ മുതൽ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുകയും ബാക്കിയുള്ള പ്രൊസീജിയറുകൾ ഫോളോ ചെയ്യുകയും ചെയ്യുക. ഈ വീഡിയോ കേൾക്കുന്നതിൽ ഭൂരിഭാഗം പേരും എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുന്നവരോ അല്ലെങ്കിൽ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അറിയുക എന്ന ഉദ്ദേശത്തോടു കൂടി വീഡിയോ ശ്രവിക്കുന്നവരോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ വീഡിയോയുടെ ഡ്യൂറേഷൻ കുറച്ച് അധികമാവുകയാണെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. മുന്നേ പൈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് മൈനിങ് തുടങ്ങുകയും KYC കംപ്ലീറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയറുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ മുകളിൽ നിങ്ങൾക്ക് ഡെഡ് ലൈൻ ടു മൈഗ്രേറ്റ് ടു യുവർ പൈ എന്ന് പറഞ്ഞൊരു ടൈമർ റൺ ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. അത് ഉദ്ദേശിക്കുന്നത് അത്ര സമയം ഇനി ബാക്കിയുള്ള നിങ്ങൾക്ക് KYC കംപ്ലീറ്റ് ചെയ്യുന്നതിനും മൈഗ്രേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നതിനും ബാക്കിയുള്ള സമയമാണ് അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ആ സമയത്തിനുള്ളിൽ തന്നെ നമ്മൾ KYCയും മൈഗ്രേഷൻ പ്രോസസ്സും കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഈ മെയിൻനെറ്റ് ചെക്ക് ലിസ്റ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പൈയുടെ പൈ ബ്രൗസർ എന്ന് പറയുന്ന ഒരു സെക്കൻഡ് ആപ്പ് ഡൗൺലോഡ് ചെയ്യുക എന്നതാണ്. ഈ പൈ ബ്രൗസർ എന്ന് പറയുന്ന ആപ്പാണ് KYCയിലേക്കും മറ്റു എക്കോസിസ്റ്റം പൈ 100 കണക്കിന് ആപ്ലിക്കേഷൻ എക്കോസിസ്റ്റം ആപ്ലിക്കേഷൻ ഓൾറെഡി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്കുമുള്ള ഗേറ്റ് വേ എന്ന് പറയുന്നത് ഈ പൈ ബ്രൗസറാണ്. ഈ പൈ ബ്രൗസർ നമുക്ക് ഈ സ്റ്റെപ്പ് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുക്കാനാകുന്നതാണ്. സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു പൈ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുക എന്നതാണ്. ഈ സ്റ്റെപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിന് നമ്മൾ പൈ ബ്രൗസർ തുറക്കുകയും പൈ വാലറ്റ് എന്നുള്ള ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയുമാണെങ്കിൽ നമുക്ക് പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാനാകുന്നതാണ്. ഇങ്ങനെ ക്രിയേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് 24 വേർഡ്സ് ഉള്ള ഒരു പാസ് ഫ്രേസ് ലഭിക്കും.
ഈ പാസ് ഫ്രേസ് വളരെ കൃത്യമായി സൂക്ഷിച്ചു വെക്കുക. മുന്നേ നമ്മൾ വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയും ഈ പാസ് ഫ്രേസ് നമുക്ക് മിസ്സായി പോയിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും ആ പാസ് ഫ്രേസ് റിക്കവർ ചെയ്തെടുക്കാൻ കഴിയുമോ എന്ന് നോക്കുക. കാരണം നമ്മൾ മൈഗ്രേഷൻ്റെ സ്റ്റെപ്പുകളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് എങ്കിൽ ആദ്യ ഘട്ടത്തിൽ നമുക്ക് മൈഗ്രേറ്റ് ആയി കിട്ടുന്ന കോയിനുകൾ നമ്മൾ ആദ്യം കണക്ട് ചെയ്ത ആ വാലറ്റിലേക്കായിരിക്കും പോവുക. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പുതിയൊരു വാലറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ കോയിനുകൾ മിസ്സാവാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പാസ് ഫ്രേസ് എവിടെയെങ്കിലും നമ്മൾ സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്തെടുക്കാൻ കഴിയും എന്ന് നോക്കുക. ഇനി നിങ്ങളുടെ പാസ് ഫ്രേസ് നിങ്ങൾ മറന്നുപോയി, നിങ്ങൾ മുന്നേ നിങ്ങളുടെ ഫിംഗർ പ്രിൻറ്റ് ഈ വാലറ്റുമായി എംബഡഡ് ചെയ്തിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ജസ്റ്റ് വാലറ്റിൽ കയറുകയും സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാസ് ഫ്രേസ് കോപ്പി ചെയ്യാനാകുന്നതുമാണ്. മൂന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കൺഫേം യുവർ പൈ വാലറ്റ് എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. ഇതിനു വേണ്ടി നമ്മുടെ വാലറ്റ് തുറക്കുകയും വാലറ്റിൽ നിന്ന് പ്രൈവറ്റ് കീ കോപ്പി ചെയ്ത് ഇവിടെ വന്ന് പേസ്റ്റ് ചെയ്യുകയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റെപ്പും കംപ്ലീറ്റ് ആകുന്നതാണ്. നാലാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് കമ്മിറ്റഡ് ലോക്കപ്പ് കോൺഫിഗറേഷൻ ആണ്. ഈ സ്റ്റെപ്പ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കോൺഫിഗർ ലോക്കപ്പ് സെറ്റിംഗ് എന്ന് പറയുന്ന പുതിയൊരു വിൻഡോയിലേക്കായിരിക്കും നമ്മൾ എത്തിപ്പെടുന്നത്. ഇവിടെ നമുക്ക് ലോക്കപ്പ് അഡ്ജസ്റ്റ് ചെയ്യാനാകുന്നതാണ്. ഈ ലോക്കപ്പ് എന്ന് പറയുന്നത് നമുക്ക് മെയിൻ നെറ്റിൽ കിട്ടുന്ന കോയിനുകൾ എത്ര കോയിൻ നമുക്ക് ഫ്രീ ആയി വേണമെന്നും നമുക്ക് കുറച്ച് കോയിൻ ലോക്കപ്പ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബേസ് മൈനിങ് റേറ്റിൽ വളരെയധികം നല്ലൊരു വ്യത്യാസം വരുന്നതാണ്. മുന്നേയുള്ള മൈനിങ് സമയത്ത് നമുക്ക് ചെറിയൊരു ബൂസ്റ്റ് കൂട്ടുന്നതിന് വേണ്ടിയും നമുക്ക് ഈ ലോക്കപ്പ് സെറ്റിങ്സ് ഉപയോഗിക്കാനാകുന്നതാണ്. പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഈ ലോക്കപ്പിൻ്റെ സെറ്റിങ്സ് ആക്റ്റീവ് ആകുന്നത് നമ്മുടെ കോയിൻ മൈഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമ്മുടെ വാലറ്റിലേക്ക് എത്തിയതിന് ശേഷം മാത്രമായിരിക്കും. അഞ്ചാമതുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്യൂർ യുവർ അക്കൗണ്ട് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇത് നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ ഫേസ്ബുക്ക് വെരിഫിക്കേഷനോ അല്ലെങ്കിൽ ഫോൺ നമ്പർ വെരിഫിക്കേഷനോ ചെയ്യാനാവുന്നതാണ്. ഫോൺ നമ്പർ വെരിഫൈ ചെയ്യാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഒരു SMS സെൻഡ് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി ഒരു 10 രൂപയുടെ റീചാർജ് ചെയ്ത് ഏതെങ്കിലും ഒരു സെർവറിലേക്ക്, അമേരിക്കൻ സെർവറിലേക്കോ ഇസ്രായേൽ സെർവറിലേക്കോ ബെൽജിയം സെർവറിലേക്കോ ഒരു SMS അയക്കുകയാണ് വേണ്ടത്. അതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ ഫേസ്ബുക്ക് വെരിഫിക്കേഷനാണ് കൊടുക്കുന്നത് എങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് അധികം കോസ്റ്റ് ഒന്നും കൂടാതെ തന്നെ ഈ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാനാവുന്നതാണ്. അടുത്തതായി ആറാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു അക്നോളജ്മെൻറ്റ് ലെറ്റർ സൈൻ ചെയ്യുന്നതാണ്. ഇതിനു വേണ്ടി ഇത് തുറന്ന് നമ്മുടെ വാലറ്റിൽ നിന്നുള്ള പ്രൈവറ്റ് കീ എന്ന് പറയുന്നത് 24 വേർഡ്സ് ഉള്ള നമ്മുടെ പാസ് ഫ്രേസ് കോപ്പി ചെയ്ത് ഇതിൻ്റെ അവസാനം വന്ന് അക്നോളജ്മെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുകയുമാണ് വേണ്ടത്. ഇങ്ങനെ അക്നോളജ്മെൻറ്റ് സൈൻ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മുടെ വാലറ്റിൻ്റെ പാസ് ഫ്രേസ് തന്നെയാണ്, നമ്മുടെ സ്റ്റെപ്പ് 3യിൽ കൊടുത്ത അതേ വാലറ്റിൻ്റെ പാസ് ഫ്രേസ് തന്നെയാണ് സ്റ്റെപ്പ് 6ലും കൊടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രം സബ്മിറ്റ് ചെയ്യുക. അതിന് ശേഷമാണ് നമ്മൾ 7ാമത്തെ സ്റ്റെപ്പിലേക്ക് കടക്കുന്നത്. ഇവിടെ മുതലാണ് ഈ സിസ്റ്റത്തിൽ എറേഴ്സ് വരുന്നു തുടങ്ങുന്നത്. KYC സബ്മിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ പൈ ബ്രൗസർ തുറക്കുകയും ഇതിൽ KYC എന്ന് പറയുന്ന ഈ ആപ്പ് തുറന്ന് അതിൽ പറയുന്ന പ്രൊസീജിയറുകൾ ഫോളോ ചെയ്ത്, നമ്മൾ ഇന്ത്യക്കാരായത് കൊണ്ട് തന്നെ നമുക്ക് ആധാർ കാർഡ്, പാസ്പോർട്ട്, ഡ്രൈവിംഗ് ലൈസൻസ് തുടങ്ങിയ ID കാർഡുകൾ നമുക്ക് സബ്മിറ്റ് ചെയ്യാനാവുന്നതാണ്. ഇങ്ങനെ സബ്മിറ്റ് ചെയ്യുമ്പോൾ നോക്കേണ്ടുന്ന ഒരു കാര്യം, നമ്മുടെ പൈ ബ്രൗസറിൽ കൊടുത്ത നെയിമും അതുപോലെ തന്നെ നമ്മുടെ ആധാർ കാർഡ് അല്ലെങ്കിൽ ഏത് ID ആണോ കൊടുക്കുന്നത് ആ IDയിൽ കൊടുത്ത നെയിമും ഏകദേശം മാച്ച് ആയിരിക്കണം. നമ്മുടെ മിഡിൽ നെയിമിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എങ്കിൽ KYC നമ്മൾ പാസ്സായി പോരും. അല്ല, നമ്മുടെ ഫസ്റ്റ് നെയിമിലും ലാസ്റ്റ് നെയിമിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ KYC പാസ്സാകുന്നതിന് ചെറിയ ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഇങ്ങനെ മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് അപ്പീൽ സബ്മിറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ KYC പാസ്സായി പോരും എന്ന് നമുക്കൊരിക്കലും ഉറപ്പ് നൽകാനാകില്ല. ഇങ്ങനെ KYC സബ്മിറ്റ് ചെയ്തിട്ടും സ്റ്റക്കായി നിൽക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ എന്തുകൊണ്ടാണ് സ്റ്റക്കായി നിൽക്കുന്നത് എന്നുള്ള കാരണം പറയും. നമുക്കതിനുള്ള സൊല്യൂഷൻസ് ഡിസ്കസ് ചെയ്യാം. എന്തൊക്കെ ചെയ്യാൻ കഴിയും എന്നും നമുക്ക് നോക്കാം. നമ്മുടെ മലയാളി പൈ നെറ്റ്വർക്ക് മോഡറേറ്റേഴ്സുമായി സംസാരിച്ച് നമുക്ക് സോൾവ് ചെയ്യാൻ കഴിയുന്ന പ്രോബ്ലംസ് ആണെങ്കിൽ സോൾവ് ചെയ്യാൻ ശ്രമിക്കാം. ഇങ്ങനെ നമ്മൾ KYC സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിസ്റ്റം ആ KYC ചെക്ക് ചെയ്യുകയും ചില KYCകൾ പ്രോസസ്സ് എല്ലാം കംപ്ലീറ്റ് ആയി പാസ്സായി പോരുകയും ചിലത് സ്റ്റക്കായി കിടക്കുകയുമാണ് ചെയ്യുന്നത്. ഇങ്ങനെ പാസ്സായി കഴിയുകയാണെങ്കിൽ നമുക്ക് നിഷ്പ്രയാസം KYCയുടെ അടുത്ത 8ാമത്തെ സ്റ്റെപ്പ് ഓട്ടോമാറ്റിക്കലി ഗ്രീനായി കിട്ടുന്നതാണ്.
KYC സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 8ാമത്തെ സ്റ്റെപ്പ് യെല്ലോ കളറിലാവുകയും സ്റ്റക്കായി നിൽക്കുകയാണെങ്കിൽ അത് യെല്ലോ കളറിൽ കണ്ടിന്യൂ ചെയ്യുകയുമാണ് ചെയ്യുന്നത്. ഇതിനുശേഷം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് KYC ആപ്ലിക്കേഷനിൽ കയറി നോക്കുകയാണെങ്കിൽ നമുക്ക് റീസബ്മിറ്റിൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട് എങ്കിൽ റീസബ്മിറ്റ് ചെയ്യാനാകുന്നതാണ്. അല്ല പെർമനൻ്റ് ആയിട്ട് സ്റ്റക്കായി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്കൊരു KYC ആക്സസ് ഫോം ഉണ്ട്. അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഈ ആക്സസ് ഫോമിൽ എന്തുകൊണ്ടാണ് സ്റ്റക്കായി നിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനാവുന്നതാണ്. ഇങ്ങനെ 8ാമത്തെ സ്റ്റെപ്പും ഗ്രീനായി കഴിഞ്ഞാൽ നമുക്ക് 9ാമത്തെ സ്റ്റെപ്പ് പിന്നെ ഓട്ടോമാറ്റിക് പ്രോസസ്സാണ്. നമ്മുടെ കോയിൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള കോയിൻ നമുക്ക് നമ്മുടെ വാലറ്റിലേക്ക് ലഭിക്കുന്നതാണ് 9ാമത്തെ സ്റ്റെപ്പ്. ഇങ്ങനെ 9ാമത്തെ സ്റ്റെപ്പിന് വേണ്ടി നമുക്ക് ലഭിക്കുന്ന കോയിൻ്റെ അളവ് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ ബാക്ക് അടിച്ച് പോവുകയും ഇവിടെ കാണുന്ന മൈഗ്രേറ്റഡ് എന്ന് പറയുന്ന ഈ ടോക്കണുകളായിരിക്കും നമുക്ക് ആദ്യഘട്ടത്തിൽ മൈഗ്രേറ്റ് ആയി കിട്ടുന്നത്. ഇങ്ങനെ ഈ 9 സ്റ്റെപ്പുകളും ഗ്രീനായി കംപ്ലീറ്റ് ആയി കിട്ടുകയും നമ്മുടെ വാലറ്റിലേക്ക് കോയിൻ എത്തുകയും ചെയ്യുകയാണെങ്കിൽ അടുത്ത ഓപ്പൺ മൈനറ്റ് വരുന്ന സമയത്ത് നമുക്ക് ഈ കോയിനുകൾ മാർക്കറ്റുള്ള ഏത് എക്സ്ചേഞ്ചിലേക്കും മാറ്റി സെല്ല് ചെയ്യാനാകുന്നതാണ്. നിലവിൽ നമുക്ക് ലഭിക്കുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് മുൻകിട ഡെക്സ് എക്സ്ചേഞ്ചുകൾ പൈ ലിസ്റ്റ് ചെയ്യുന്നതിനുമായിട്ടുള്ള പ്രപ്പോസൽസ് പൈ കോർ ടീമിന് സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ 9 സ്റ്റെപ്പുകൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾ പൈ നെറ്റ്വർക്കിൻ്റെ ഓപ്പൺ മെയിൻനെറ്റിലേക്കുള്ള എല്ലാ പ്രൊസീജിയറുകളും കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. നമുക്ക് അഡീഷണൽ കോയിൻ ലഭിക്കുന്നതിന് വേണ്ടി പൈ ബ്രൗസർ തുറന്ന് KYC ആക്സസ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഒരു വാലിഡേഷൻ പ്രോഗ്രാം കാണാൻ കഴിയും. ഇതിൽ നമ്മൾ KYC സബ്മിറ്റ് ചെയ്ത പയനിയേഴ്സിനെ ഹെൽപ്പ് ചെയ്യുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കോയിൻ ലഭിക്കാൻ അഡീഷണൽ ആയിട്ട് പൈ കോയിൻ ലഭിക്കുന്നതിനുള്ള ഒരു എലിജിബിലിറ്റി കൂടി ലഭിക്കും. പക്ഷേ നിങ്ങൾക്ക് ഈ KYC പ്രൊസീജിയർ വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം കാര്യങ്ങളെല്ലാം ഉറപ്പായി മനസ്സിലായതിന് ശേഷം മാത്രം ഇങ്ങനെ ഒരു പ്രൊസീജിയറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. തെറ്റായ രീതിയിൽ നമ്മൾ KYC ആക്സസ് ഫോം വാലിഡേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും KYC സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മൾ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നതോ ആയി കോർ ടീം മനസ്സിലാക്കിയാൽ നമ്മുടെ പൈ അക്കൗണ്ട് തന്നെ പോകാനും പിന്നെ ലീഗലായിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള പ്രശ്നങ്ങളിൽ പോയി പെടാതിരിക്കുക. നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം വാലിഡേറ്റർ എന്ന ഈ പ്രോസസ്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഇതുകൂടാതെ പൈ ബ്രൗസറിൽ നമുക്ക് പലയധികം ഓപ്ഷനുകളിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. ഫയർസൈഡ് എന്ന് പറയുന്നത് ഒരു ഇന്നൊവേറ്റീവ് ഐഡിയ ഉള്ള ഒരു സോഷ്യൽ മീഡിയയാണ്. ഐഡിയ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ ടെക്നോളജിയും ഇൻ്റർഫേസും വളരെ മോശമാണ്. പക്ഷേ അതിൻ്റെ ഐഡിയ വളരെ സ്പെസിഫിക്കും വളരെയധികം വാലിഡ് ആയിട്ടുള്ളൊരു ഐഡിയ ആണ്. ബ്ലോക്ക് ചെയിൻ എന്ന ഓപ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് നിലവിലുള്ള ട്രാൻസാക്ഷൻ സ്പീഡുകളെല്ലാം മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ പൈ വാലറ്റിൽ നമുക്ക് പോയാൽ നമുക്ക് QR കോഡ് ഉപയോഗിച്ചും വാലറ്റ് അഡ്രസ്സ് ഉപയോഗിച്ചും നമുക്ക് തമ്മിൽ കോയിനുകൾ ട്രാൻസ്ഫർ ചെയ്യാനാകുന്നതാണ്. നിലവിലുള്ള എൻക്ലോസ്ഡ് മെയിൻനെറ്റ് പീരീഡിൽ കോയിനുകൾ സെല്ല് ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക. നിലവിൽ മാർക്കറ്റിൽ 20 രൂപ മുതൽ 50 രൂപ വരെ റേറ്റ് ഇട്ട് പൈ കോയിൻ എടുക്കാൻ ജെനുവിനായിട്ടുള്ള ആളുകളുണ്ട്. എന്നാൽ മനസ്സിലാക്കുക, ഒരുപാട് സ്കാമേഴ്സും ഇപ്പോൾ മാർക്കറ്റിലുണ്ട്. നമുക്ക് $50 തരാം, $30 തരാം, $10 തരാം എന്നെല്ലാം പറഞ്ഞ് നമ്മുടെ കോയിനുകൾ അടിച്ചെടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ പാസ് ഫ്രൈസ് അടിച്ചെടുക്കുന്ന ഒരുപാട് വിരുദ്ധന്മാരും നിലവിൽ മാർക്കറ്റിലുണ്ട്. അപ്പോൾ അവരുടെ കെണിയിലൊന്നും പോയി പെടാതിരിക്കുക. ഇത്രയധികം കാത്തിരുന്ന നമുക്ക് ഒരു 3-4 മാസം കൂടി കാത്തിരിക്കുകയാണെങ്കിൽ ലൈവായിട്ട് നമ്മുടെ കോയിൻ എക്സ്ചേഞ്ചിലിട്ട് സെല്ല് ചെയ്യാനുള്ള അവസരം തന്നെ ലഭിക്കുന്നതായിരിക്കും. മുന്നേ എൻക്ലോസ്ഡ് മെയിൻനെറ്റിൽ ഞാനടക്കമുള്ള നമ്മുടെ കമ്മ്യൂണിറ്റിയിലെ പല മെമ്പേഴ്സും കോയിന് പകരമായിട്ട് സാധനങ്ങൾ കൊടുത്തിരുന്നു. ഞാൻ മുന്നേ ഒരു റീചാർജൊക്കെ ചെയ്തിരുന്നു. 20 കോയിൻ കൊടുത്ത് 839 രൂപയുടെ 3 മാസത്തെ റീചാർജൊക്കെ മുന്നേ ചെയ്തിരുന്നു. അതുപോലെ പല ട്രാൻസാക്ഷൻസും നമുക്ക് നമ്മുടെ മലയാളി കമ്മ്യൂണിറ്റി ഗ്രൂപ്പിലും അല്ലെങ്കിൽ ഏതെങ്കിലും സോഷ്യൽ മീഡിയ ഫോറത്തിലും നോക്കിയാൽ കാണാൻ കഴിയുന്നതാണ്. മറ്റൊരു ഇമ്പോർട്ടൻ്റ് അപ്ഡേറ്റ് കൂടെ പറഞ്ഞ് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങൾക്ക് യഥാസമയം കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാനാവുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ ഇൻവൈറ്റേഴ്സിന് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഇതിലുള്ള പ്രൊസീജിയറുകൾ നമ്മൾ പറയുന്നത് പോലെ കംപ്ലീറ്റ് ചെയ്യാൻ പറയുകയാണെങ്കിൽ അവരുടെ KYC പാസ്സായാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അവർ മുഖാന്തരം ലഭിച്ച കോയിൻ്റെ പോർഷൻ അൺലോക്കായി കിട്ടുകയുള്ളൂ. അവസാനത്തെ അപ്ഡേറ്റ് എന്ന് പറയുന്നത് പൈ ബ്രൗസറിലുള്ള പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ സെക്ഷനാണ്. ഈ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ കയറുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ ഹെഡ് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഇതും ഒരു ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള പൈ നെറ്റ്വർക്കിൻ്റെ യൂട്ടിലിറ്റിയാണ്. മറ്റെല്ലാ പ്രൊജക്റ്റുകളിലും ഫേസ്ബുക്ക് ആകട്ടെ, ട്വിറ്റർ ആകട്ടെ, എക്സ് ആകട്ടെ, ഏത് പ്രൊജക്റ്റുകളിലാണെങ്കിലും KYC എംബഡഡ് അല്ല.
എന്നാൽ പൈ ബ്രൗസറിൻ്റെ പ്രൊഫൈൽ എന്ന് പറയുന്ന ഈ സെക്ഷനിൽ KYC എംബഡഡ് ആയതുകൊണ്ട് തന്നെ വേറെ ഏത് പ്രൊജക്റ്റുകൾക്ക് വേണമെങ്കിലും KYC വാലിഡേറ്റ് ആയിട്ടുള്ള ഒരു വെരിഫിക്കേഷൻ മെത്തേഡ് ഉപയോഗിക്കാനാവുന്നതാണ്. ഇതെന്ന് പറയുന്നത് നമ്മൾ ഫേസ്ബുക്ക് ഉപയോഗിച്ച് പല പ്രൊസീജിയറുകളും വെരിഫൈ ചെയ്യാറില്ലേ, അതുപോലെ ഇനി നമുക്ക് കാണാൻ കഴിയും പൈ ബ്രൗസറിലുള്ള പ്രൊഫൈൽ യൂസ് ചെയ്ത് നമുക്ക് വെരിഫിക്കേഷൻ ലഭിക്കുന്ന ഒരു അവസ്ഥയുണ്ടാകും. ഇതൊക്കെ പൈക്കോയിൻ്റെ യൂട്ടിലിറ്റി കൂട്ടുന്നതും അതിന് നല്ല വാല്യൂ കൊണ്ടുവരാനും സഹായിക്കുന്ന ഒരു ഘടകമാണ്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമുക്ക് ഈ പ്രൊജക്റ്റിനെ കുറിച്ച് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനിയും ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന പയനിയേഴ്സിനെ നമുക്കറിയാൻ കഴിയും. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഒരു മടിയും കൂടാതെ ചോദിക്കുക. നമ്മുടെ സമയത്തിനനുസരിച്ച് നമ്മളതിന് കറക്റ്റായിട്ടുള്ള റിപ്ലൈ ചെയ്ത് തരുന്നതായിരിക്കും. കൂടാത്തതിന് നമ്മുടെ കമ്മ്യൂണിറ്റി മെമ്പേഴ്സും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. മാത്രമല്ല നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.